ദൃശ്യം മണ്ണിലെ ആ ജോർജ് കുട്ടിയുടെ മുറി ഇങ്ങനെ തറ തേച്ച് ക്ലീൻ ചെയ്ത് പോയപ്പോഴേ ഞാൻ 10-25 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത് തിയേറ്ററിൽ പോയി. അന്നേരം ഒരുത്തോണ്ട് എടാ അവിടെയാ മറ്റിടത്തില്ല ഇവിടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയില്ലേ ബേസിക്കലി എന്നാന്നറിയാം, നമ്മളുടെ കഴിവുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പണി കുറവാണ്. നമുക്ക് സ്ട്രെയിൻ കുറവാണ്. ഒന്നാമതേ മിക്കവാറും ഞാൻ ഓർഡറിലൊന്നുമല്ല ഷൂട്ട് ചെയ്യുന്നത്. ഞാനും അതേ എക്സ്പ്രഷനിൽ അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞ നമ്മുടെ റിയൽ ലൈഫിൽ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കൊരു ഐഡിയ കിട്ടും എന്താ നടന്നുകൊണ്ടിരിക്കണേ, ഇതൊരു കോമഡി ആണോ ട്രാജഡി ആണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുമെന്ന് പറയാറുണ്ട്. നമുക്ക് ചില സമയത്ത് ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഓക്കെ ആവും എന്നുള്ളൊരു സമയത്ത് സത്യം പറഞ്ഞാൽ വേറെ വിഷമമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒന്ന് കരഞ്ഞാൽ മതി. അപ്പൊ കുറച്ച് നമുക്കൊരു ക്ലാരിറ്റി ഒക്കെ. ആ സമയത്ത് ഞാൻ പാട്ട് വെച്ച് വേണം വെച്ച് കരയും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവളെന്നെ ഇക്കാന്ന് വിളിക്കുന്നത് കൊണ്ട് റൊമാൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അയ്യോ, എനിക്ക് എന്റെ ചേട്ടനെ പോലത്തെ ഒരാളുടെ കൂടെ ഞാൻ ഇങ്ങനെ റൊമാൻസ് ചെയ്യുന്നു ഞാൻ ചിന്തിച്ചാൽ ഞാൻ പണി പാളും. എനിക്ക് ഒരിക്കലും ഇക്കാടെ കൂടെ അഭിനയിക്കാൻ റൊമാൻറ്റിക്കലി അഭിനയിക്കാൻ പറ്റില്ല. നമസ്കാരം. മീഡിയ ഓൺ കൂടെ എന്നുള്ളത് അപർണ ബാലമുരളി, ജിത്തു ജോസഫ്, ആസിഫ് അലി. വെൽക്കം. ആൻഡ് മിറാഷാണ് പുതിയ വിശേഷം. ഓഫ്കോഴ്സ് ഒരു ത്രില്ലർ സിനിമ, പ്രത്യേകിച്ചും ജിത്തു സാറിൻ്റെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായും അതിനകത്തൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. അതിനകത്ത് എന്ത് കൺകെട്ടുകളിയാണുള്ളതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സിനിമകൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇതിലെവിടെയാണ് ആ മൈന്യൂട്ട് പോയിന്റ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള സെർച്ച് ഉണ്ടാവും ആളുടെ ഉള്ളിൽ. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആദ്യം മുതലേ നമ്മൾ എനിക്ക് ആദ്യം കണ്ടുപിടിക്കണം ഇതിൽ എന്താണ് ട്വിസ്റ്റ് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊരു അമിത ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ഇങ്ങനെ ഒരു റേസ്, ഒരു ടോം ആൻഡ് ജെറി കളി ഉണ്ടാവുന്നത് പ്രേക്ഷകരുമായിട്ട് അതൊരു രസമുള്ള പരിപാടിയാണോ? സക്സസ്ഫുൾ ആയാൽ ഭയങ്കര രസമാണ്, വർക്കൗട്ട് ആയില്ലെങ്കിൽ അത്ര രസമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ട്വിസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ആ ക്യൂരിയോസിറ്റി അതൊക്കെ നിങ്ങൾക്ക് വേണം. പക്ഷേ നിങ്ങളൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അത് കണ്ടുപിടിക്കാൻ നടക്കണ്ട, ശ്രമിക്കണ്ട. നിങ്ങൾ പതുക്കിയിരുന്ന് കാണുക, അതിന് അതിൻ്റെതായ രീതിയിലേക്ക് എടുക്കുക. ഇത് എല്ലാവരും ഭയങ്കര ഒരു ഡിറ്റക്റ്റീവ്സ് ഭയങ്കര ഒരു വാശിയോടുകൂടി അങ്ങനെ കാണുമ്പോൾ നമ്മൾ അത്രയ്ക്ക് കിടന്ന് ചെയ്യാനുള്ളതൊന്നുമില്ല. അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പേടിയൊക്കെ തോന്നും ചില പിന്നെ ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെയുള്ള ഒരു അഭ്യാസമൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങ് കളിച്ച് സർവൈവ് ചെയ്ത് പോകുന്നു. ബേസിക്കലി ഇതൊരു ശരി, അതിനകത്ത് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അത് നമ്മൾ ചില സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ചില അഭ്യാസങ്ങൾ കാണിക്കും. ചിലത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആകും, ചിലത് വർക്കൗട്ട് ആകത്തില്ല. വർക്കൗട്ട് ആകുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. പ്രത്യേകിച്ചും ദൃശ്യം മണ്ണിലെ ജോർജ് കുട്ടിയുടെ മുറി ഇങ്ങനെ തറ തേച്ച് ക്ലീൻ ചെയ്ത് പോയപ്പോഴേ ഞാൻ 10-25 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത് തിയേറ്ററിൽ പോയി. അന്നേരം ഒരുത്തോണ്ട് അവിടെയാ മറ്റിടത്തില്ല ഇവിടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയില്ല രസമാണ്. എന്നിട്ട് അവിടെ അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കുഴിച്ചു നോക്കുന്നത്. അപ്പോൾ അവിടെ കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ മറ്റിടത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവസാനം പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് കൈയിടിച്ചു. അവനെ സെൻസിബിളി കബളിപ്പിച്ചു. അത് ഓഡിയൻസിനെ കബളിപ്പിക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ അത് സെൻസിബിൾ ആയിരിക്കണം. അത് ഊളത്തരായിപ്പോയാൽ അവൻ നമ്മളെ വലിച്ചു കയറും. അതാണ് പ്രശ്നം. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കൊടുക്കേണ്ട ആ സാധനം കറക്റ്റായിട്ട് കൊടുത്താൽ അവർ റിയാക്ട് വന്നത്. മലയാളി ഓഡിയൻസ് ഭയങ്കര ഷാർപ്പും ഭയങ്കര ഇൻ്റലിജൻറ്റുമാണ്. അത്ര എളുപ്പമല്ല അവരെ പറ്റിക്കുക എന്ന് പറയുന്നത്. സാറത് മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ തറയുടെ ആണെങ്കിലും പാറമടയുടെ സീനൊക്കെ അതിനകത്ത് പറയുന്നത് ആളുകൾ അത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് ഇത് നോട്ടീസ് ചെയ്യുന്ന അറിഞ്ഞത് കൊണ്ട് തന്നെ അതിനെ കവർ ചെയ്യാനുള്ളൊരു മനഃപൂർവ്വ ശ്രമം സ്ക്രിപ്റ്റിങ്ങിലേ ചെയ്യാറുണ്ടെന്ന്. ഒരു ഈ ബേസ് ലൈൻ കിട്ടി അതിനകത്ത് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ആഡ് ചെയ്ത് ഒരു വലിയ കൊട്ടാരം പോലെ പണിതെടുക്കുന്നതിലൊരു ഹരമില്ലേ? ഈ മിറാഷിലേക്ക് വരുമ്പം ആ ലോകം പണിതെടുക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അല്ല, ബേസിക്കലി മിറാഷ് എൻ്റെ സബ്ജക്റ്റ് അല്ല. ഇത് ഹിന്ദിയിൽ ഞങ്ങൾ ആലോചിച്ച പ്രൊജക്റ്റ് ഒരു ഹിന്ദിക്കാരൻ മനോജ് കാത്രി എന്ന് പറയുന്ന ഒരാളുടെ സബ്ജക്റ്റാണ്. അയാൾ കൊണ്ടുവന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അവിടെ ഞങ്ങളത് UK ഷൂട്ട് ചെയ്യാനിരുന്ന ഒരു ഇതാണ്. കാരണം ഇതിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഹീറോയിൻ സെൻട്രിക്കാണ് നിൽക്കുന്നത്. പക്ഷേ ഹീറോയുടേതായ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ ഇത് ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അത് ഒരു പ്രശ്നമാണ്. മനസ്സിലായി, ഇച്ചിരി ഒന്ന് ഒരു വ്യത്യാസം എന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇത് കുറച്ച് നാൾ കിടന്ന് ഇത് ചെയ്തു. അവസാനം ഒരു 4 വർഷത്തോളം മനുഷ്യൻ നടന്നിട്ട് ഞങ്ങൾ മടുത്തു ബോളിവുഡ്.
അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നോ പറഞ്ഞ ഒഴിവാകായിരുന്നു. പക്ഷേ അയാളുടെ ഒരു എഫേർട്ടും അയാൾ ഇതിനു വേണ്ടി എടുത്തൊരു ഇതും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മലയാളത്തിലൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് നമുക്കത് മലയാളി ഓഡിയൻസിനും മലയാളി ആക്ടേഴ്സും അത് കറക്റ്റായിട്ടത് അത് മനസ്സിലാക്കി അത് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ക്രിപ്റ്റിങ്ങിനൊക്കെ ഓൾറെഡി അവിടുത്തെ ഒരു ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഞങ്ങളിരുന്ന് വർക്ക് ചെയ്ത് ഇത് ചെയ്താണ്. പക്ഷേ മലയാളത്തിൽ വന്നപ്പോൾ എൻ്റെതായ കുറച്ച് രീതിയിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമല്ലോ. UK ഷൂട്ട് ചെയ്യേണ്ട ഒരു സാധനം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മാറ്റങ്ങൾ. പക്ഷെ അന്നേരം നമ്മൾ UK ഭാഗം ചിന്തിച്ചില്ല. അന്നേരത്തേക്ക് നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് മാറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലായി പോയി. ഇവർ രണ്ടുപേരെയും കൂടെ മിറാഷിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. ഇപ്പോൾ ആസിഫ് അലിയുടെ കൂടെ ആണെങ്കിലും അപർണയുടെ കൂടെ ആണെങ്കിലും ഉണ്ടാകുന്ന ഒരു റാപ്പോ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഇവരുടെ കൂടെയുള്ള ഒരു വർക്കിംഗ് സ്പേസും കൂടെ. അല്ല, ഇവർ ഭയങ്കര ബേസിക്കലി എന്നാ അറിയാം, നമ്മളെ കഴിവുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പണി കുറവാണ്. നമുക്ക് സ്ട്രെയിൻ കുറവാണ്. ഒന്നാമതെ മിക്കവാറും ഞാൻ ഓർഡറിലൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നത്. ഞാനും അതേ എക്സ്പ്രഷനിൽ ഇപ്പുറത്ത് അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞ എനിക്കിപ്പോൾ വരെ പൊക്കി പറയണ്ട അങ്ങനെ കാര്യമൊന്നുമില്ല. ഞാൻ അതിൻ്റെ മെയിൻ കാരണം പറയാം. ഞാൻ ഇതിൻ്റെ പകുതിക്ക് നിന്ന് ചിലപ്പോൾ ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പുള്ള സീനിൽ നിന്നൊക്കെ ആയിരിക്കും ഷൂട്ട് തുടങ്ങുന്നത്. ഞാനൊരു ലൊക്കേഷൻ തീർത്ത് പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്ക്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങൾ, അതൊരു എക്സ്പീരിയൻസ്ഡ് കഴിവുള്ള ഒരാൾക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈ സീൻ തൊട്ട് ഞാൻ ഇങ്ങനെയായിരിക്കണം ഇങ്ങനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് വലിയ സ്ട്രെയിൻ കുറവാണ്. ഡയറക്ടർക്ക് സ്ട്രെയിൻ കുറവാണ്. അതേസമയം അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ചേട്ടന് വലിയ ധാരണയില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ചില ആൾക്കാരാണെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഒന്നേന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പോകണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ക്യാരക്ടർ വൈസ് ഇവർ രണ്ടുപേരും ഓക്കെ ആയിരുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങ് കറക്റ്റായിട്ട് ഒത്തു വന്നതാണ്. മനസ്സിലായോ? അല്ലാതെ ഞാൻ എന്നാ ആസിഫിനെയും ഇവരെയും വെച്ചൊരു അപർണേനെയും വെച്ചൊരു പടം ചെയ്തൊക്കെ അങ്ങനെയല്ല. അത് കറക്റ്റായിട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. ഈ പെട്ടെന്ന് പിക്ക് ചെയ്തൊരു ക്യാരക്ടറിലേക്ക് മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ബാഹുലടുത്ത് പറഞ്ഞൊരു സന്ദർഭം ഓർമ്മ വന്നു. കിഷ്കിന്ധാകാന്ഡത്തില് ഹാൻസ് സിമ്മറിന്റെ പാട്ട് കേട്ടോണ്ടിരുന്നിട്ടാണ് പെട്ടെന്ന് ആ ഇമോഷനിലാണ് ചെയ്യുന്നത്. അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഫീൽ ചെയ്തു. ഈ ഇൻഡസ്റ്റെല്ലാറും കിഷ്കിന്ധാകാന്ഡം തമ്മിലുള്ളൊരു കണക്ഷൻ അവിടെ വരികയാണല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മുന്നേ ആസിഫ് അലി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് സീനിലേക്ക് കടക്കുന്നതെന്ന്. ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് ശരിക്കും അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യം തന്നത് സിബി സാറായിരുന്നു. സിബി മലയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വയലിൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ സിബി സാർ ഇതുപോലെ ബിറ്റ്സ്, മ്യൂസിക് ബിറ്റ്സ് റെഫറൻസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ സിനിമയ്ക്കും അദ്ദേഹം ചെയ്യുമെന്ന് അറിയില്ല. വയലിനിലൊരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട്. ഈ നിത്യയുടെ ക്യാരക്ടർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ സൈഡിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ സാറ് ചെയ്തെന്ന് പറഞ്ഞാൽ ഷോട്ടിന് മുന്നേ ഇത് സ്പീക്കറിൽ ഒരു ചെറിയ ലെവലിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലേ ചെയ്യും. അപ്പോൾ ഇത് ആദ്യം എനിക്കിത് മനസ്സിലായില്ല സാർ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സിനിമയിൽ ഞാനായിട്ടത് ഇപ്പം നമ്മൾ ചില ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ആ ഷോട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള മ്യൂസിക്, പ്രത്യേകിച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരു ക്യാരക്ടറൊക്കെ ആണെങ്കിൽ മ്യൂസിക്കിൽ ചാർജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അഡിയോസ് അമീഗോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, ഞാൻ ആ വരുന്നത് അത് ശരിക്കും ആ ഹെഡ്ഫോണിൽ ഞാനൊരു ട്രാക്ക് പ്ലേ ചെയ്ത് ആ ട്രാക്കിൽ ജാം ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ മ്യൂസിക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്പെഷ്യലി കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് വരുമ്പോൾ ഈ സ്ക്രിപ്റ്റ് നമുക്ക് നരേഷൻ്റെ ഫസ്റ്റ് റീഡിങ് ടൈമിൽ തന്നെ ഈ റെഫറൻസ് ഉണ്ടായിരുന്നു. ഈ പെർട്ടിക്കുലർ മ്യൂസിക് തന്നെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് റീഡിങ്ങിൻ്റെ ടൈമിൽ തന്നത്. കാര്യം അത് നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടാൻ കുറേ കൂടെ സഹായിച്ചിട്ടുണ്ടത്. പിന്നെ ചില ഈ കിഷ്കിന്ധാകാന്ഡം എടുക്കുന്ന സമയത്ത് എനിക്ക് റിക്കളക്ട് ചെയ്യാൻ ഇപ്പം നമുക്കുള്ളൊരു വലിയ പ്രശ്നം ഒരു സീൻ എടുക്കുമ്പോൾ, ഒരു ഇമോഷണൽ സീൻ എടുക്കുമ്പോൾ അത് ഒരൊറ്റ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. നമ്മൾ സിനിമ കാണുന്ന പോലെ അല്ലല്ലോ. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഗസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. 2 ദിവസം കൂടും കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ട്രാക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും എനിക്ക് അത് ഇന്റർസ്റ്റെല്ലർ കേൾക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ എനിക്ക് അത് ഭയങ്കര ഹോണ്ട് ചെയ്തിട്ടുണ്ട് ആ മ്യൂസിക്. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ റിയൽ ലൈഫിൽ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കൊരു ഐഡിയ കിട്ടും എന്താ നടന്നുകൊണ്ടിരിക്കണേ, ഇതൊരു കോമഡി ആണോ ട്രാജഡി ആണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുമെന്ന് പറയാറുണ്ട്.
അപ്പോൾ എനിക്ക് മ്യൂസിക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ലൈഫിലുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ബ്രഷ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട്, ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് രാവിലെ എനിക്ക്. അതിന് ഞാൻ റെഡി ആവുന്നത് വരെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, രാത്രി ഉറങ്ങാൻ നേരം ഞാനൊരു പ്ലേലിസ്റ്റ് ഇടും. അപ്പം മ്യൂസിക് എപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. കറന്റ്ലി ആസിഫ് അലിയുടെ ഒരു BGM ഏതായിരിക്കും? ഏതാ? അതൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് പറയാം. അപർണയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത് വന്ന ക്യാരക്ടേഴ്സ് എല്ലാം മൾട്ടി ലെയേർഡാണ്. അത് ഗോ ത്രൂ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈനിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ടെക്നിക്കുകൾ വെച്ചിട്ട് അതിനകത്തേക്ക് ഇന്നാവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ മാതിരി മ്യൂസിക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വെറുതെ ചില സമയത്ത് നമുക്ക് ചില സമയത്ത് ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഓക്കെ ആവും എന്നുള്ളൊരു സമയത്ത് സത്യം പറഞ്ഞാൽ വേറെ വിഷമമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒന്ന് കരഞ്ഞാൽ മതി. അപ്പോൾ കുറച്ച് നമുക്കൊരു ക്ലാരിറ്റി ഒക്കെ. ആ സമയത്ത് ഞാൻ പാട്ട് വെച്ച് വേണം വെച്ച് കരയും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട്. ഇപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ മുത്തശ്ശൻ മരിച്ച, ഐ വാസ് വെരി ക്ലോസ് ടു ഹിം. അപ്പോൾ പുള്ളി മരിച്ച ഉടനെയാണ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പം അതിൽ ഈ സിനിമയിൽ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ ക്യാരക്ടർ മരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പം ഓൾറെഡി എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു ട്രാജഡിന്ന് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ മാതിരി ഐ വാണ്ടഡ് ദറ്റ് സീൻ ടു ടച്ച് പീപ്പിൾ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി പാട്ട് കേട്ടിട്ട് ഭയങ്കര ഇമോഷണലി ആണ് ആ സീൻ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് അതിൽ കരയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി മ്യൂസിക് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏതൊരു സമയത്താണെങ്കിലും, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ടൈമാണെങ്കിൽ പോലും മ്യൂസിക് ഭയങ്കരമായിട്ട് നമ്മളുടെ മൂഡ് അങ്ങോട്ട് മാറ്റാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് എനിക്കും മ്യൂസിക് തന്നെയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇപ്പോൾ വിഷമിക്കാനാണെങ്കിലും ദേഷ്യപ്പെടാനാണെങ്കിലും നമ്മൾ കുറേ ഈ സിറ്റുവേഷൻസ് തലയിലുണ്ടാക്കുക, അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ടെക്നിക്സ് ഒന്നുമല്ല, പക്ഷെ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി നമുക്കിത് വർക്ക്ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഇപ്പം കിഷ്കിന്റെ കൂടെ വന്നതോടുകൂടെ നിങ്ങളുടെ കോമ്പിനേഷന് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ സാറിന് ത്രില്ലറുകളെ കുറിച്ച് പറയുന്ന പോലെ തന്നെ അതിനകത്തൊരു എക്സ്പെക്ടേഷൻ വന്നു തുടങ്ങുന്നുണ്ടല്ലോ. എനിക്ക് ഈ കോമ്പിനേഷൻസിനെ പറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി, ഈ സിനിമകൾ വ്യത്യസ്തമാകുമ്പം ആക്ടേഴ്സ് ഒരു പക്ഷേ കോമ്പിനേഷൻ ആയിരിക്കും, ക്യാരക്ടേഴ്സ് തമ്മിൽ ആ ഒരു കെമിസ്ട്രി ആയിരിക്കണം എന്നില്ലല്ലോ. ഈ ആക്ടേഴ്സ് തമ്മിലുള്ള ഈ ഒരു ബോണ്ടിങ് എപ്പോഴെങ്കിലും ആക്ടർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? കോംപ്ലക്സ് ആക്കിയോ? നമ്മളും എപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. കാര്യം വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ഇപ്പം ഇവളെന്നെ ഇക്കാന്ന് വിളിക്കുന്നത് കൊണ്ട് റൊമാൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് ഇവളോടുള്ളൊരു റിലേഷൻ എന്ന് പറയുമ്പോൾ കുറെ കൂടെയൊക്കെ ഒരു സിസ്റ്റർലി വൈബാണ് എനിക്ക് ഞാൻ ഇവളോട് കാണിക്കാറുള്ളത്. അപ്പം നമുക്ക് റൊമാൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശരിക്കും അത്, പക്ഷെ ഒരിക്കലും എനിക്കൊന്നും സ്ക്രിപ്റ്റിൽ അതുണ്ട്, സിറ്റുവേഷൻസിൽ അതിലുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണൽ ബോണ്ടിങ് ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യില്ലെന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. നമ്മള് ബിടെക്കിൽ ഇപ്പൊ നമ്മള് ഒരു കപ്പിളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ബിടെക് പറഞ്ഞ മാതിരി ആൾക്കാർക്ക് ആ കോമ്പിനേഷനും ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് അത് ചിന്തിച്ച് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മൾ ആ സീൻ കിട്ടുമ്പോൾ അത് ചെയ്യാ കഴിഞ്ഞു, അത് അത്രേ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ അയ്യോ എനിക്ക് എന്റെ ചേട്ടനെ പോലത്തെ ഒരാളുടെ കൂടെ ഞാൻ ഇങ്ങനെ റൊമാൻസ് ചെയ്ത് ഞാൻ ചിന്തിച്ചാൽ ഞാൻ പണി പാളും. എനിക്ക് ഒരിക്കലും ഇക്കാടെ കൂടെ അഭിനയിക്കാൻ, റൊമാൻറ്റിക്കലി അഭിനയിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഞങ്ങള് ശരിക്കും അങ്ങനെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ഈ ബിടെക്കില് ജാഫർക്കാണ് ഇക്കാന്ന് വിളിക്കുമ്പോ സീനിൽ പുള്ളീനെ ഇക്കാന്ന് വിളിക്കുമ്പോ ഇക്ക തിരിഞ്ഞു നോക്കും. ഇക്കടുത്ത് ഇവളെന്നെ എപ്പോഴും ഇക്കാന്ന് വിളിച്ചിട്ട് ഞാനാ തിരിഞ്ഞു നോക്കുന്നതെന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അതിനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു സീൻ കിട്ടുമ്പോ അത് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആക്ടേഴ്സ് ആണ്. അപ്പം അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മളൊട്ടും അതിന് സ്ട്രെസ് കൊടുക്കാണ്ട് ചെയ്യാറുണ്ട്. ഈ സ്ക്രിപ്റ്റിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പം സാറിന്റെ സ്ക്രിപ്റ്റുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അല്ലെ, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ സാറിന്റെ ടെക്നിക്കുകൾ തന്നെ ഒരുപാട് പേര് സ്റ്റഡി ചെയ്യാറുണ്ട്. ഈ വേറൊരാളുടെ ദൃശ്യമൊക്കെ ഓഫ്കോഴ്സ് യെസ്, അപ്പോൾ ഈ വേറൊരാളുടെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പം ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടാണ് അതിൻ്റെ ഡ്യൂറേഷൻ കണക്കാക്കാറുള്ളത്, അല്ലെ എങ്ങനെയായിരിക്കണം എന്നുള്ള സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ അത് വിഷ്വലൈസ് ചെയ്ത് വരാറെന്ന് പറയാറുണ്ട്.
വേറൊരാളുടെ സ്ക്രിപ്റ്റിനെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പ്രോസസ്സ് അപ്പം എങ്ങനെയായിരിക്കും? പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാനത് ഫീഡ് ചെയ്ത് കയറ്റണം. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി പോകുമ്പോൾ ഷോർട്ട് വൈസ് എഡിറ്റ് ചെയ്ത് നമ്മളത് വിഷ്വലി കണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പം എനിക്ക് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ പിന്നെ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ ഞാൻ മറന്നു പോകുന്നത്. ആ ഡയലോഗ്സ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. വിഷ്വലി എനിക്കറിയാം ഈ സീൻ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഷോട്ടിലൂടെ ഇങ്ങനെയാണ് കയറി പോകുന്ന അടുത്ത സീനിലേക്ക്, അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ്. ചിലപ്പം ആ ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതകളുണ്ട്, ഷോട്ടിലൊരു മാറ്റങ്ങൾ വരുത്തുന്നു എന്നല്ലാതെ അത് മനസ്സിൽ തറവാണ്. പക്ഷേ ഞാൻ വേറൊരാളുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അത് വായിച്ച് ഞാൻ എന്നെ തന്നെ ഫീഡ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് ഞാൻ എടുക്കുന്ന, എനിക്ക് അതിൻ്റെ സ്ട്രെയിൻ അതാണ്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടുവാണ്. എൻ്റെ ബ്രെയിനും എൻ്റെ ചിന്താരീതിയും മാത്രമല്ലാതെ വേറൊരാളുടെ. അപ്പം ഞാൻ വേറൊരാളുമായി റൈറ്ററുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോഴും പറയും, നമ്മൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകണം. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പലരും ഭയങ്കര റെസ്പെക്റ്റഡ്, സാറേ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെ നിങ്ങളെല്ലാം സമ്മതിക്കണം എന്നില്ല. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് നിങ്ങൾ തുറന്നു പറ. ഇപ്പോൾ പല ദിവസത്തെ കള്ളെന്ന് പറഞ്ഞ പടം ചെയ്യുന്നു, ഡിനു ഒരു പഞ്ചപാവ, ഒരു പാവത്താനാണ്. അപ്പം ഞാനിങ്ങനെ വിളിച്ചിട്ട് ഡിനു നമുക്ക് ഇതിങ്ങനെ മറ്റേ സാർ എന്ന് പറയും. ഞാൻ അല്ല ഡിനുവിന് തന്നെ അല്ല പിന്നെ എനിക്കത് ഇങ്ങനെ ഞാൻ അത് കൊള്ളാമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് പറയാതെ തന്നെ അങ്ങനെയാണ് ചിലത് പറയുമ്പോൾ അവനില്ല ഡിനു നോക്കി ഇത് തന്നെയാണ് നല്ലത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്കാണ്. അവിടെ ക്ലാഷസ് ഉണ്ടാവണം. അതിനെ ഒരു ഈഗോ ആയിട്ട് എടുക്കരുത്. എൻ്റെ ശരിയാണ്. അപ്പം ഇപ്പം തൻ്റെ ശരിയാണ്. ഇത് തമ്മിൽ ഇടിയുണ്ടാവും. പക്ഷേ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞങ്ങൾ അസിസ്റ്റൻസിനെ എല്ലാം വിളിച്ചിട്ട് പബ്ലിക്കായിട്ടിടും ആരുടെ ഇതാണ്. അപ്പോൾ അവരെല്ലാം പറയാണ്. ഇപ്പോൾ അവർ മറ്റേ പയ്യൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ശരി എന്നാൽ അങ്ങനെ ചെയ്തേക്കാം. അത് ഇതിനകത്തൊക്കെ നുണക്കുഴിയിലൊക്കെ ഒത്തിരി അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കൃഷ്ണകുമാറിൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരും. അപ്പോൾ ചിലടത്ത് വരുമ്പോൾ അവർ വന്ന് എൻ്റെ പറയുന്നത് കൃഷ്ണകുമാർ ഓക്കെ ശരി, കൃഷ്ണകുമാർ പറയുന്നതാണ് ചെയ്യുന്നതെങ്കിൽ അവനെ ഓക്കെ അപ്പോൾ ശരി. അങ്ങനെയാണ് ഞങ്ങളത് വർക്ക് ചെയ്തത്. അപ്പം അതിനൊരു മനസ്സുണ്ടാവണം, അത്രയേ ഉള്ളൂ. പക്ഷേ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട് രണ്ടിനും. മുൻപ് ആസിഫ് അലി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ തന്നെ കൂമൻ്റെ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ തമ്മിലൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് ഈ സ്ക്രിപ്റ്റിനെ വായിക്കാറും പരസ്പരം അത് കൺവിൻസ് ചെയ്ത് രണ്ടുപേർക്കും കൺവിൻസ് ആയതിനു ശേഷമാണ് അത് എടുക്കാറ്, അല്ലെങ്കിൽ ടീമിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ സ്ക്രിപ്റ്റ് കൊടുത്ത് വായിച്ച് അതിനകത്ത് വീണ്ടും ഡിസ്കഷൻസ് ഉണ്ടായിട്ടാണ് സിനിമകൾ കംപ്ലീറ്റ് ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ടീം വർക്ക് കൂടി ആവുന്നുണ്ടല്ലോ, എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി കൂടെ അവിടെ വരികയാണല്ലോ. ഈ ഒരു പഠനം എങ്ങനെയാണ് നിങ്ങൾക്ക്? എനിക്ക് ചേട്ടന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ചേട്ടന്റെ ടീമിന് ചേട്ടനോടുള്ള ഒരു അപ്രോച്ചാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചേട്ടൻ്റെ ടീം മീറ്റിംഗ് നടക്കുന്നത് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ഓഫീസ് സ്പേസ് ഉണ്ട്, അവിടെയാണ്. അപ്പോൾ ഈ റീഡിങ്ങിന് ഇരിക്കുന്ന സമയത്ത് അതിലേക്ക് ഏറ്റവും അവസാനം വരുന്നത് ആക്ടേഴ്സാണ്. ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള കുത്തി കീറലും മുറിക്കലും ഈ തർക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇത് ലോക്ക് ചെയ്ത് ഇവരെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്കാണ് ആക്ടേഴ്സ് വരുന്നത്. അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് സംശയം ചോദിച്ചാലും അതിന് കൃത്യമായ മറുപടി ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ, ഗിരി അവിടെ ഈ ഒരു ചിരിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവിടെ നിൽക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറോട് ചോദിച്ചാലും അവൻ പറഞ്ഞു തരും. അത്രയും ധാരണയുള്ളൊരു ടീം ചേട്ടൻ്റെ കൂടെയുണ്ട്. പിന്നെ അതൊരു ഭയങ്കര ഹോംലി ഫീലാണ്. ഞാൻ കൂമൻ കഴിഞ്ഞിട്ട് മിറാജിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് എനിക്ക് നമുക്ക് ഭയങ്കര പരിചയമുള്ളൊരു വീട്ടിലേക്ക് പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ട് അവിടെ എന്ന് പറഞ്ഞ്. ഇപ്പോൾ അഗെയിൻ അർഫാസിൻ്റെ കൂടെ, അർഫാസ് ആയിരുന്നു അന്ന് അസോസിയേറ്റ്, അർഫാസിൻ്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സിനിമ ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ കൂമൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ആയിരുന്നു. ലൈക്ക് എന്താണ് റിയാക്ഷൻ എന്നുള്ളത് വരെ ചേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതിൽ ഇപ്പം ഞാനതിലൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ റിയാക്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അല്ലാതെ നമുക്ക് നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയില്ല. അത് അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. സാറിന് ഈ പ്രോസസ്സ് എങ്ങനെയാണ്? ഫുൾ ടീമുമായിട്ട്? അല്ല, ബേസിക്കലി അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും വായിക്കാൻ കൊടുക്കും, എല്ലാവരുടെയും മെയിൽ ഐ ഡിയിലേക്ക് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ചിലർ ഹാർഡ് കോപ്പിയാണ്. ഇപ്പോൾ എല്ലാവരും ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ വരും. അപ്പോൾ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന ഡേറ്റിൽ മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് അവർ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ 10-20 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർ അവരവരുടെ പ്രശ്നം പറഞ്ഞ് ഇങ്ങനെ പോയി, എനിക്ക് ഇന്ന പ്രശ്നം തോന്നി, ഇങ്ങനെ പ്രശ്നം തോന്നി. അപ്പോൾ ചിലത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരാൾ പറഞ്ഞ പ്രശ്നം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഡീറ്റെയിൽ ചെയ്യണ്ട, നമുക്ക് ഇത് പ്രോബ്ലം കിട്ടും. അങ്ങനെ 21 പേരുമായിട്ട് 10-20 ചിലപ്പോൾ 18 അങ്ങനെയാണ്
ഡിസ്കസ് ചെയ്ത് ഇത് ചെയ്ത് ഭയങ്കരമായിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഞാൻ ചില എക്സ്പ്ലനേഷൻസ് കൊടുക്കും. അപ്പോൾ ചിലതിനകത്ത് വരുമ്പോൾ മിക്സഡ് ഒപ്പീനിയൻസ് വരും. അപ്പോൾ ഒരു മജോറിറ്റി ഡിസ്കഷൻ നടക്കും. അങ്ങനെ ഒരു റൗണ്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്ത് വേണ്ട ചേഞ്ചസും കാര്യങ്ങളും വരുത്തി സ്ക്രിപ്റ്റ്. പിന്നെ ഞാൻ വല്ല ഷൂട്ടിംഗ് സമയത്താണേലും ഇപ്പോൾ ഒരു ആക്ടർ പറയാണ്, സാർ ഈ ഡയലോഗ് നമുക്ക് ഇങ്ങനെയായിരുന്നു പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേറൊരു വാക്കോ വേറൊരു സെൻറ്റൻസോ യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര നാച്ചുറലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അർത്ഥം സെയിമാണ്, നാച്ചുറലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. കാരണം എനിക്ക് ആ മീനിങ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ആ വാക്കിനോ ആ സെൻറ്റൻസിനോ പർട്ടിക്കുലർലി എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം, പിന്നെ ഏതെങ്കിലും സീനിലുമായിട്ട് കണക്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞാലും മതി എന്ന് പറയും. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലർ നിർബന്ധം പിടിക്കില്ലല്ലോ അത് അങ്ങനെ തന്നെ പറയണമെന്ന്. ചിലപ്പോൾ നമ്മുടെ ഫ്രേസിംഗ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ എപ്പോഴും സമ്മതിച്ചു കൊടുക്കാറുണ്ട്. ബേസിക്കലി സിനിമ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അതിനകത്ത് ഇപ്പം എൻ്റെ ടീമിനകത്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിനിമ ഇത്തവണ വലതുവശത്തെ കള്ളൻ്റെ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഫസ്റ്റായിട്ടൊരു അസിസ്റ്റൻറ്റ് വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് കിട്ടിയത്. പുള്ളി ഇങ്ങനെ വന്ന് എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരും പറയുന്ന പുള്ളി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഇവനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവൻ വന്നിട്ട്, അല്ല സാറേ ഇവന് പറയാൻ പേടി എന്നോട്. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞില്ല നിന്നെ ഇറക്കി വിടും. ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് എന്നാ കോപ്പ് സ്ക്രിപ്റ്റാ സാറേ ഇത് എഴുതി വെച്ചേക്കണമെന്ന് എന്നെ ചോദിച്ചു. എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യും, തർക്കിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേണം. അല്ലാതെ നമ്മുടെ ചുറ്റിന് നിന്നിട്ട് എന്ത് ചെയ്തു സൂപ്പർ സാറി. കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ മെമ്മറീസ് കഴിഞ്ഞിട്ട് മെമ്മറീസിൻ്റെ ഡിസ്കഷൻ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ടെന്നത്. അപ്പോൾ മെമ്മറീസ് എനിക്കൊരു ടെൻഷനുണ്ട്. കാരണം വെച്ചാൽ ഒരു ത്രില്ലറാണ്, പക്ഷെ അതുകൊണ്ട് ഫെസ്റ്റിവൽ ടൈമിൽ റിലീസ് ചെയ്യാൻ പോകുന്ന അങ്ങനെ നമുക്ക് അറിയാം. അപ്പോഴത്തേക്ക് എന്നോട് അസോസിയേറ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇതാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. മൈബോസ് ചെയ്ത സാറല്ലേ ഒരു വിഷയമല്ല സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വായിൽ തെറിയ ഇങ്ങനത്തെ വർത്താനം പറയരുത് കേട്ടത്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഓഡിയൻസിന് സെൻറ്റിമെൻറ്റ്സ് ഇല്ല, അത് എക്സ് വൈ എന്നൊന്നുമില്ല. ഇനിയിപ്പം നമ്മളൊക്കെ ഒന്നുമല്ല, നമ്മൾ വലിയ സ്റ്റാർസിനെ എടുക്കാം, സൂപ്പർ സ്റ്റാർസ്, അതുപോലും അവർക്ക് ബാധകമല്ല. അവർ വിമർശിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എടുത്ത് പളകളയും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇത് ചെയ്യുക. ഇപ്പം ഞാൻ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്, കാരണം ജനറേഷൻ മാറി. അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം ഞാൻ ക്യാത്തിയോടൊക്കെ ചിലപ്പോൾ ചോദിക്കും, മോളുടെ ഡാഡി എന്നേക്കാൾ താഴെ വേറെ ജനറേഷൻ വന്നിട്ടുണ്ട്, താഴെ പോയി ചോദിക്കുന്നത്. അങ്ങനെയാണ് സിനിമ നിൽക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ എത്ര എഫേർട്ട് ഇടണം എന്ന് പറയാം, ഇച്ചിരി സീരിയസ് ആയിട്ട് കാണണം. എന്നിട്ടും പാളി പോകുന്നുണ്ട്. അതെ, എനിക്ക് ഇപ്പോൾ കുറച്ചുകൂടെ പാളാതെ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ആസിഫ് അലി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു സ്ക്രിപ്റ്റിൽ. അതിനകത്ത് മാർക്കിംഗ് ക്രൈറ്റീരിയസിൽ ചേഞ്ച് വരുന്നുണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് വന്ന എല്ലാ പടങ്ങളും തന്നെ ഹിറ്റിലേക്കാണ് പോകുന്നത്. അത് ഭയങ്കര ബോധപൂർവമായിട്ട് ചെയ്തതൊന്നുമല്ല, പക്ഷെ ഒത്തിരി പേര് പറയുന്നുണ്ടല്ലോ മോശം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ, സംഭവിച്ച സമയത്തും ഒക്കെ പറഞ്ഞ കുറ്റങ്ങൾ എന്നെ പറ്റി പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു. അപ്പം അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും. പക്ഷെ ഒരു ഭയങ്കര മാജിക്കും അതിനൊരു ഇക്വേഷനും ഒന്നും ഇല്ല സിനിമ സെലക്ട് ചെയ്യുന്നത്. ലേണിംഗ് പ്രോസസ് അല്ലേ? അതെ, അല്ലാതെ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഇവര് ലാൽ സാർ മമ്മൂക്കൊക്കെ ഹിറ്റ് മാത്രം ചെയ്തല്ലേ പറ്റുള്ളൂ. അതാണ്, അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു ജനറേഷൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് സിനിമ മാറുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ജനറേഷൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ആസിഫ് അലിയുടെ പഴയ ചില സിനിമകൾ ഇപ്പോൾ കുറച്ചുകൂടെ ആ പുതിയ ജനറേഷന് കൂടുതൽ അക്സെപ്റ്റൻസ് അവർ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. മുൻപ് ഇപ്പോൾ കിളിബോയ് എന്ന് പറയുന്ന സിനിമ പോലും അങ്ങനെ ഒരു സ്റ്റോണർ മൂവി അവർ കണ്ടെത്തി വീണ്ടും റീവാച്ച് ചെയ്യുന്നുണ്ട്. ഈ പണ്ട് നോട്ടീസ് ചെയ്യപ്പെടാതെ പോയ സിനിമകൾക്ക് ഇപ്പൊ ആ ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നില്ല. അതിനെങ്ങനെയാണ് കാണുന്നത്? അതെപ്പോഴും എല്ലാ ആക്ടേഴ്സിന്റെ കരിയറിലും അങ്ങനത്തെ സിനിമകളുണ്ട്. ഇപ്പം നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റിൽ ലൈക്ക് ടൈപ്പ് കാസ്റ്റ് ആയി പോവാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇപ്പം നമുക്ക് സിനിമ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പുതിയ ഡിഫറെൻറ്റ് തോട്ട്സ് സിനിമകളാവണം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വലിയ പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പണ്ട് കണ്ടിഷ്ടപ്പെട്ട ഇപ്പം ചിലപ്പം അതർ ലാംഗ്വേജസ് എന്നുള്ള വേറെ നാഷണാലിറ്റീസ് എന്നുള്ള സിനിമകളെ പറ്റിയിട്ടൊക്കെ റെഫറൻസ് വരുന്ന അത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ ആ ആവേശത്തിൽ കമ്മിറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഇത് താങ്ങൂല എന്ന് ഷൂട്ട് കഴിയുമ്പോഴാണ് മനസ്സിലായിട്ടുണ്ടാവുക. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇബ്ലിസ് എന്ന് പറഞ്ഞൊരു സിനിമ, അങ്ങനെ കുറേ കാറ്റ് അങ്ങനെയൊക്കെ ചെയ്ത സിനിമകൾ ആ സമയത്ത് ഇതിനൊന്നും ശ്രദ്ധ കിട്ടാതിരിക്കുകയും പിന്നീട് ഇതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എവിടേക്ക് ഒരു ധൈര്യം തന്നിട്ടുണ്ട്, അന്ന് ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ഒരു ജഡ്ജ്മെന്റ് നല്ലതായിരുന്നു എന്നൊക്കെ ഉള്ളത്.
പിന്നെ അല്ലെങ്കിൽ ഇതിനെ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളങ്ങനെ ഇറങ്ങി ചെയ്യുക. സക്സസ് ആണ്, ഫെയിലർ വന്നാൽ അപ്പൊ അടുത്ത പരിപാടി നോക്കുക, അത്രേ അല്ലേ. പിന്നെ ഈ ഹണിബി കഴിഞ്ഞ് ആ ഒരു സീസണിൽ ഭയങ്കര ഒരു ഹണിബി വരുന്നു, കിളിപോയി വരുന്നു, കള്ളും കഞ്ചാവും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പടങ്ങൾ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തപ്പേരുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മള് പറയാൻ ശ്രമിച്ചിരുന്നത് സ്റ്റോണർ എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനത്തെ ഒരു കാറ്റഗറി, ഒരു ജോണർ ഓഫ് സിനിമ ഉണ്ട്, അതിന് ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട് എന്നൊക്കെ നമ്മൾ അന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ അന്നൊരു ഡെയറിങ്, അതും ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റോണർ മൂവിയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതൊരു അപർണയുടെ ക്യാരക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് വളരെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യുന്നുണ്ട്. അതിൽ വിശ്വാസത്തോടുള്ള ആളുകൾക്ക് കയ്യിലേക്ക് ഏൽപ്പിക്കാൻ കഴിയുന്നുണ്ട് അത്തരം ക്യാരക്ടേഴ്സ്. ഇതേ സമയം തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ലൈറ്റർ ക്യാരക്ടേഴ്സുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് പൊതുവെ കുറെ ത്രില്ലേഴ്സ്, അതെനിക്ക് തോന്നുന്നു പൊതുവെ ഇപ്പൊ കുറെ ത്രില്ലേഴ്സ് ഇറങ്ങുന്നതുകൊണ്ട് എല്ലാവർക്കും ത്രില്ലേഴ്സ്. ഞാൻ ഒരു ദിവസം എനിക്ക് ഇക്കാടെ അടുത്താ ഞാൻ പറയുന്നത്, എനിക്ക് ഒന്ന് കുറച്ച് തമാശയൊക്കെ ഉള്ള ഒരു പടം ചെയ്യാൻ കൊതിയാവുന്ന. എന്നിട്ട് ഐ തിങ്ക് ഇക്കായോ അതെന്റെ അടുത്ത് പറഞ്ഞു, സത്യം ഒരു ഈ തമാശ, കാരണം അത് വേറൊന്നും കൊണ്ടല്ല, പൊതുവെ ഇപ്പം ഒരു ത്രില്ലർ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു സമയത്ത് അഞ്ചാം പാതിര ഹിറ്റായപ്പോൾ അതിന്റെ പിറകെ ഒരുപാട് ത്രില്ലേഴ്സ് വന്നിരുന്നു. ഇപ്പോഴും ഈ ത്രില്ലേഴ്സ് പൊതുവെ എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് കാണുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യണ ഒരു സംഭവമാണ് ത്രില്ലർ, ആ ജോണർ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും കുറെ പേര് ത്രില്ലറിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ കുറെ കൂടെ സീരിയസ് സബ്ജക്ട്സിലേക്ക് കടക്കുന്നത്. എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറയുന്നു, കഴിഞ്ഞ കിഷ്കിന്താണ്ടോ മറ്റേ ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോഴും അത് തന്നെ. അപ്പൊ എനിക്ക് ഡെഫിനറ്റ്ലി ലൈറ്റ് ഹാർട്ടഡ്, കുറച്ച് ഫീൽ ഗുഡ് അല്ലെങ്കിൽ കോമഡി ഉള്ള ഫിലിംസ് ഒക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇപ്പൊ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യണത് ത്രില്ലേഴ്സിലായതുകൊണ്ട് ത്രില്ലേഴ്സ് ആണ് വരുന്നത്. എല്ലാം ത്രില്ലറായി. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജിത്തു സാറിന്റെ ഒരു സിനിമയിൽ ത്രില്ലർ ഇപ്പൊ അങ്ങനെ പറയില്ല, എന്നാലും സാർ ഇപ്പൊ ദൃശ്യം, മെമ്മറീസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. അപ്പോൾ സാറിനെ പോലത്തെ ഒരാള് ഒരു ത്രില്ലർ ചെയ്യാൻ വിളിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ യെസ്. അതിനൊരിക്കലും ഞാൻ നോ പറയില്ല അങ്ങനെ. പക്ഷെ വേറെ കുറെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കുറച്ചും കൂടെ തമാശ, എനിക്ക് അതിലൊരു ഡിഫറൻസ് വന്നത് ഇപ്പൊ റായൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ ക്യാരക്ടർ കുറച്ചും കൂടെ ഡിഫറൻറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു അത് എന്താ പറയാ, ഇപ്പൊ ഞാൻ ചെയ്ത ത്രില്ലേഴ്സ് എന്നുള്ളൊരു ഇതിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതായിരുന്നു റായൻ. ബട്ട് യെസ്, ഐ ഡെഫിനറ്റ്ലി വുഡ് ലൈക്ക് ടു ഡു കുറച്ച് കോമഡി അല്ലെങ്കിൽ കുറച്ച് ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമകൾ. ഈ തമിഴ് സിനിമകളെ പറ്റി പറയുമ്പോൾ ആസിഫ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ നേറ്റീവ് ആയിട്ട് തോന്നാറുണ്ട് തമിഴിൽ പോയിട്ട് ചെയ്യുന്ന സിനിമകളടക്കം. ഇതേപോലെ പാട്ടുകളിലും അത് തോന്നാറുണ്ട്. തമിഴ് പാട്ട് പാടുമ്പോൾ പോലും ഒരു നേറ്റീവ് പാടുന്ന പോലെ തന്നെ ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഒരു കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്റ്റഡി കൂടെ നടത്താനുള്ള താല്പര്യം കൊണ്ടാണോ അത്രയും റോ ആയിട്ട് ആ ക്യാരക്ടേഴ്സിലേക്ക് വരാൻ പറ്റുന്നത്? തമിഴ് കുറച്ചുകൂടെ ഇപ്പം വീട്ടിലാണെങ്കിലും അമ്മയും അച്ഛനും സിംഗേഴ്സാണ്. അവര് കുറേ വർഷങ്ങൾ ഒരു മല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഓർക്കസ്ട്രയിൽ ആണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അത് കൂടുതൽ കോയമ്പത്തൂർ, അച്ഛൻ പാലക്കാടാണ്, കോയമ്പത്തൂർ അങ്ങനെ. അപ്പം ഞാൻ ഇഷ്ടം പോലെ തമിഴ് സോങ്സ് പാടിയിട്ടും ഇവരല്ലാണ്ട് പ്ലേ ചെയ്തിട്ടും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. എനിക്ക് അച്ഛന് ഭയങ്കര, നമ്മളെല്ലാവരും ഭയങ്കര ഇളയരാജ ഫാൻസാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഞാൻ ഒരുപാട് അമ്മയും അച്ഛനും ഒക്കെ, അമ്മയ്ക്കൊരു ഫുൾ ഷെൽഫ് കാസറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം പഴയ പാട്ടുകൾ മലയാളവും ഉണ്ട്, പക്ഷെ തമിഴ് സോങ്സും എല്ലാം ഞാൻ പണ്ട് തൊട്ടേ കേട്ട് ശീലമുള്ളതുകൊണ്ടും സിനിമകളും കണ്ട് ശീലമുള്ളതുകൊണ്ടും ഭയങ്കര ഏലിയൻ ലാംഗ്വേജ് ആയിരുന്നില്ല തമിഴ്. പിന്നെ സ്ലാങ് കുറേ ഉണ്ട് എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ റിപ്പോർട്ടറിൻ്റെ ആ സമയത്തൊക്കെ ഞാൻ അറിഞ്ഞത്. മധുരൈ സ്ലാങ്, കോയമ്പത്തൂർ വേറെ സ്ലാങ് ആണ്, ഇതൊക്കെ ഞാൻ അറിഞ്ഞത് പിന്നെയാണ്. പക്ഷെ തമിഴ് എന്നുള്ളൊരു ലാംഗ്വേജ് പൊതുവെ ഒരു ഏലിയൻ ലാംഗ്വേജ് ആയിരുന്നില്ല, എപ്പോഴും ക്ലോസ്, എവിടെയോ എൻ്റെ ഉള്ളിലൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയായിരുന്നു തമിഴ്. ഇപ്പൊ പറഞ്ഞ പോലെ സിംഗറാണ്, ആക്ടറാണ്, ഓന്റർപ്രണറാണ്, ഇപ്പൊ പല റോളുകളാണല്ലോ. ഇത് ബാലൻസ് ചെയ്യുന്നതിൽ ഒരു ഹൈ കണ്ടെത്താറുണ്ടോ?
എനിക്ക് ഇപ്പൊ ഇവന്റ്സും ഞാൻ തുടങ്ങിയത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് തുടങ്ങിയത്. അപ്പൊ ഞാൻ പരമാവധി ഇപ്പൊ ഷൂട്ടില്ലാത്ത സമയത്താണ് ഇവന്റ്സ് എടുക്കാറുള്ളത്. കാരണം എനിക്ക് അതിൽ ഇൻവോൾവ് ആയി പണിയെടുക്കാനും ഇതിനൊക്കെ ബിഹൈൻഡ് ദ സീൻ ഓടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു പാഷനിൽ തുടങ്ങിയതല്ല. ഇപ്പൊ ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ ബിസിനസ് ഭയങ്കര വളർത്തി വലുതാക്കണം, അത് ഇപ്പൊ ആ ചിന്തയിൽ തുടങ്ങിയതല്ല. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാവ് നൗ. പക്ഷെ ആ ഒരു പാഷന്റെ പുറത്ത് തുടങ്ങിയത്. അപ്പം ഞാൻ അത് ബാലൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ, അതിന് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിന്. ഈ പറഞ്ഞതുപോലെ ത്രില്ലേഴ്സ് സാച്ചുറേറ്റഡ് ആവുന്ന ഒരു പോയിന്റ് ആണെന്ന് തോന്നിയുണ്ടോ? ചിലപ്പോൾ തോന്നുന്നു അത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഇതിലേക്ക് വരികയാണ്. മനസ്സിലായോ? മാർക്കറ്റിൽ എപ്പോഴും ഡിഫറെൻറ്റ് ജോണേഴ്സ് കിടക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്ഷൻ സിനിമ ഹിറ്റായ പിന്നെ ഇടിയായിരിക്കും പടങ്ങളായിരിക്കും. ഒരു കോമഡി എങ്ങനെ ഹിറ്റായ പിന്നെ അതേപോലെ തന്നെ ഇറങ്ങും. ഒരു ത്രില്ലർ ഹിറ്റായ പിന്നെ അങ്ങനെയല്ല, ഒരു ഹ്യൂമർ സിനിമ വന്നു, അത് കഴിയുമ്പോൾ അപ്പുറം ഒരു ത്രില്ലർ വന്നു, ഇപ്പുറം ഒരു ആക്ഷൻ ഫിലിം വന്നു, ഒരു ഫാമിലി ഡ്രാമ വന്നു. അപ്പോൾ ഓഡിയൻസിന് ഇങ്ങനെ പല പല ഡിഫറെൻറ്റ് ജോണേഴ്സ് കാണുമ്പോൾ അവർക്കൊരു ചേഞ്ച് കിട്ടും. പണ്ട് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഹ്യൂമറിൻ്റെ ബഹളമായിരുന്നു. അവസാനം വന്നിട്ട് കുറേ പടത്തിന് കയറി അവസാനം ഹ്യൂമറിൻ്റെ ഇത് പോയിട്ട് പിന്നെ തിയേറ്ററിൽ പോക്ക് നിർത്തി. ആൾക്കാർ മടുക്കും. ഇപ്പം എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് ജോണേഴ്സ് ഇങ്ങനെ വരികയാണെങ്കിൽ അത് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ ഒരു ത്രില്ലർ ഹിറ്റായെന്ന് ഓർത്തുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾ ത്രില്ലർ പ്ലാൻ ചെയ്യണമെന്നൊന്നുമില്ല. അവരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ ആലോചിക്കുക. അങ്ങനെ അതാ നല്ലത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി സ്പീക്കിംഗ്, എനിക്ക് കണ്ടിന്യൂസ് വരുമ്പോൾ ഒരു മടുപ്പ് ഫീൽ. അപ്പോഴാണ് ഞാൻ ഇടയ്ക്കൊന്ന് അടുത്തയിലേക്ക് ചാടുന്നത്. ഒരു സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നാറുണ്ടോ കഥകളിൽ? ചിലപ്പോൾ തോന്നും. നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ സാച്ചുറേറ്റഡ് ആയി ഇത്തരം ക്യാരക്ടേഴ്സ് വെച്ചിട്ടോ? അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അത് എല്ലാ ടെക്നീഷ്യൻസിനും അത് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ വെർസറ്റാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ആക്ടേഴ്സിനും ടെക്നീഷ്യൻ എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ എനിക്ക് ഇപ്പം കിഷ്കിൻഡ ഒരു ത്രില്ലറാണ്, ലെവൽ ക്രോസ് ഒരു ത്രില്ലറാണ്. അപ്പം നമ്മൾ ഇത് മാത്രമാണോ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു സംശയം വന്നായിരുന്നു എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ രേഖാചിത്രം എഗെയിൻ അതിനൊരു ത്രില്ലർ സ്വഭാവം. പക്ഷെ ഇതെല്ലാം പല മൂഡ്സ് ആണെങ്കിൽ പോലും ഇതിന്റെ കോർ ഐഡിയ ഒരു ത്രില്ലർ ആണെന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറ്റി എങ്ങനെ എന്ത് എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് വരണം. അപ്പൊ അതാണ് ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ അടുത്തേക്ക് വരുന്നത് എന്നല്ലേ ഇവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ലതാണേ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഓക്കെ യെസ് പറയുമ്പോൾ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ത്രില്ലർ. ഇപ്പം ഞാൻ കാലിക്കറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം എല്ലാവരും ഇരുന്ന് നീയും ആസിഫ് അലിയും കൂടെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ടെൻഷൻ അടുപ്പിക്കുന്നത് നിർത്തും പറഞ്ഞു. എന്ത് ചെയ്യാൻ, അതാണ് നല്ലത് വരുന്നത്, അതുകൊണ്ട് നമ്മളെ ചെയ്യും. അവരെല്ലാവരും മറ്റേ കിഷ്കിന്ദാണ്ട കഴിഞ്ഞപ്പോൾ ഇക്കാടെ രേഖാചിത്രം എനിക്ക് ടെൻഷനായിട്ട് പടം കാണുമ്പോൾ ഇഷ്ടം കൊണ്ട് എല്ലാവർക്കും ആ ഫീല് കിട്ടുന്നുണ്ട്. എന്താ പടം ഉദ്ദേശിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പടങ്ങളൊക്കെ വിജയിച്ചത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാം നമുക്ക് ഒരു മൂഡാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വരുന്നത്. ഒരു സമയത്ത് ഫീൽ ഗുഡും പ്രശ്നമായിരുന്നു. എന്നെ കണ്ടു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു സമയത്ത് ഭയങ്കര റിയലിസ്റ്റിക് സിനിമയുടെ ഒരു സമയമായിരുന്നു. അത് കുറച്ചാൾ പെട്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി, പിന്നെ വേറെ ഇതിലേക്ക് വന്നു, പിന്നെ എല്ലാവരും അതിന്റെ പുറകെ പോകും. ഈ റീമേക്കുകളിൽ വരുന്ന സമയത്ത് ഇപ്പം ദൃശ്യത്തിന്റെ കാര്യം തന്നെ എടുത്ത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ റീമേക്ക് പോയിട്ടുള്ളത് തന്നെ ദൃശ്യമായിരിക്കും. ഇതിന് ഒരുപാട് ക്രിറ്റിസിസംസും അതേ സമയം വന്നിട്ടുണ്ട്. ഇപ്പൊ തെലുങ്ക് അല്ലെങ്കിൽ ഹിന്ദി പതിപ്പുകളൊന്നും നമ്മുടെ എക്സ്പെക്ടേഷനിൽ വന്നിട്ടില്ല. അതേ സമയത്ത് അതാത് ഇൻഡസ്ട്രികളിൽ ഹിറ്റായിട്ടുണ്ട്, അവിടുത്തെ ആളുകളുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്, അതിനനുസരിച്ച് കൾച്ചറൽ ചേഞ്ച് അതിന് വന്നിട്ടുണ്ട്. ഇതിനൊരു രണ്ട് പുറമുണ്ടല്ലോ. ഒന്ന്, നമ്മുടെ ആളുകളുടെ പ്രിയപ്പെട്ടത് എന്നുള്ളതിൽ നിന്ന് അത് മാറിപ്പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകുക. അതേസമയം മറ്റൊരു സ്ഥലത്ത് ഒരു വലിയ ഒരു മാർക്കറ്റ് പോലും തുറന്നു തരാണ്. ഇപ്പോൾ രാജ്യത്തിന് പുറത്തു പോലും അത് റീമേക്ക് ചെയ്ത് പോവുകയാണ്. ഈ ഒരു രണ്ട് കോൺസിക്വൻസസ് ഉണ്ടല്ലോ, രണ്ട് തരത്തിലുള്ള കോൺസിക്വൻസസ്. അതിനൊരു മേക്കർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുക? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. ഞാനൊരു സിനിമ കണ്ടു മലയാളത്തിൽ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് തമിഴിൽ പോയി, തമിഴ് അവരുടേതായ രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തു, അവിടെ ഹിറ്റായി. അവിടുത്തെ ഓഡിയൻസിന് അത് ഓക്കെയാന്നേ. അവർക്ക് പ്രിയപ്പെട്ട ആക്ടർ അതാണ്, അവർക്കത് ഓക്കെയാണ്. അതിന് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ഇനി അതിന് മാറ്റി വരച്ച് നോക്കി അതോട് ഞാൻ അങ്ങനെ പരിപാടിക്ക് പോകാറില്ല. നമുക്ക് ദൈവം സഹായിച്ച് ഇന്ത്യയിലെ ഫൈനസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് മലയാളത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് കരുതി അപ്പുറത്തുള്ളവരൊന്നും മോശക്കാരാണെന്നൊന്നുമല്ല.
അത് അവർ തന്നെ സമ്മതിക്കാറുണ്ട്. മലയാളത്തിൽ അതുപോലെ കണ്ടന്റ് വരുന്നു, ഇത് വരുന്നു. ഇത് കഴിഞ്ഞത് ചൈനീസ് ലാംഗ്വേജിലേക്ക് പോയി. അതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ അയ്യോ ഇത് ഇങ്ങനെയൊക്കെയല്ല, പക്ഷെ അത് അവർക്കത് ഓക്കെയാണ്. ഇപ്പം റീസെൻ്റ്ലി മറ്റേ വിയറ്റ്നാം, ഇന്തോനേഷ്യയും വേറെ ഇതിൻ്റെ കൂടെ സൈൻ ചെയ്തു. ഈയിടെ ഞാൻ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്ത് കൊടുത്തത് 2 ലാംഗ്വേജിലൂടെ വരാൻ പോവാണ്. കൊറിയയിൽ 2000 ഈ വർഷം അവസാനം കൊറിയൻ സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ഷൂട്ട് ദൃശ്യത്തിൻ്റെ. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടേതായ ഹീറോയിനെ വെച്ച് അവരുടേതായ രീതിയിൽ ചെയ്യുന്നു. അത് നമ്മൾ കണ്ടിട്ട് ഇതായിരുന്നു നല്ലത് എന്ന് ഞാൻ പറയാമല്ല, പിന്നെ പറയേണ്ടവർ അവരുടെ സ്വാതന്ത്ര്യം അവർ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഞാൻ തെലുങ്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ വെങ്കടേഷ് എന്ന ആക്ടറെ ഭയങ്കരമായിട്ട് എനിക്ക് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നത്, 3rd വരുമ്പോൾ വെങ്കടേഷിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. കാരണം ഈസ് എ ബിഗ് ഫാൻ ഓഫ് വെങ്കടേഷ്. അപ്പോൾ അവർക്കത് വെങ്കടേഷ് ചെയ്യുമ്പോൾ അത് വലിയ കാര്യമാണ്. അപ്പം എന്ന് പറയുന്നത് പോലെ അത്രേ ഉള്ളൂ. ഞാനതിനെ അങ്ങനെ കാണത്തുള്ളൂ, അങ്ങനെ കാണാവുള്ളൂ. നമ്മളെന്തിനത്. ആസിഫ് അലിയോടുള്ള എൻ്റെ ഒരു മാൻഡേറ്റ് ക്വസ്റ്റ്യൻ ആണ് ടിക്കി ടാക്കയുടെ അപ്ഡേറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പോൾ കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. നസ്ലൻ അതിൽ ജോയിൻ ചെയ്തു. എന്താണ് ടിക്കി ടാക്കയുടെ ഒരു വിശേഷം? എപ്പോൾ വരും ടിക്കി ടാക്ക? ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ഇയർ എൻഡോട് കൂടി തിയേറ്റേഴ്സിൽ എത്തിക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയമെടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇപ്പം നമുക്കൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഫിസിക്കലി ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമ കൂടിയാണ്. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൊമോഷൻസിന് വന്നപ്പോൾ ഒരു 10 days ബ്രേക്ക് ചെയ്തിട്ടാണുള്ളത്. അപ്പം അങ്ങനെ നടക്കുന്നു. പക്ഷേ എക്സൈറ്റിംഗ് ആണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത അങ്ങനത്തെ ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു ഫിലിം മേക്കിങ്ങും ആണ്. രോഹിത്തിൻ്റെ കൂടെ ഞാൻ ചെയ്ത 2 സിനിമകളിൽ നിന്നും നമ്മുടെ കോമ്പിനേഷൻ വരുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. ഇപ്പോൾ ഓമനക്കുട്ടനാണെങ്കിലും ഇബ്ലീസ് ആണെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു. അപ്പം അഗൈൻ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന നമ്മൾ 2 പേരും ട്രൈ ചെയ്യാത്തൊരു പുതിയ പരിപാടി ആയിരിക്കണം എന്നുണ്ട്. ഒത്തിരി ഇപ്പൊ ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി മിറാജ് ഇറങ്ങി, പിന്നെ ഞാൻ മുമ്പ് ചെയ്തൊരു സിനിമ ചിലപ്പം അടുത്തെങ്ങാനും ഇറങ്ങും കേട്ടു ഞാൻ. അപ്പൊ മിണ്ടിയും പറഞ്ഞും എന്ന് പറഞ്ഞ പടം. അപ്പം അത് 2 ആയിരിക്കും. അത് ആക്ച്വലി ഒരു കുറച്ചും കൂടെ വ്യത്യാസമായി, കുറച്ച് ഈ പറഞ്ഞ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എനിക്കത് സന്തോഷമുണ്ട് അത് റിലീസാവുന്നതിൽ. അപ്പോൾ ഇത് 2 ആണ് ഇപ്പോൾ കറന്റ്ലി. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ത്രില്ലേഴ്സാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കുറച്ച് വേറെ എന്തെങ്കിലും വേണം എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കോൺഷ്യസ്ലി എടുത്തൊരു ഇതാണ് ഗ്യാപ്പ്. സാറിനോടാണ് ചോദിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനാണ്, ഞങ്ങളെക്കാൾ കൂടുതൽ. റാം അടക്കമുള്ള സിനിമകൾ, കാര്യത്തെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് പറയാൻ അറിയില്ല. കാരണം അത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് വരുന്ന ഒരു കോളാണ്. അതിനകത്ത് ഇപ്പോൾ എനിക്ക് അവർ വന്നാൽ കണ്ടിന്യൂ ചെയ്യും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ടിക്കറ്റൊക്കെ അല്ലാതെ സിനിമകൾ വേറെ ഒന്നും ഇപ്പോൾ അങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇനി ടിക്കറ്റാക്കിക്ക് ശേഷം ജോയിൻ ചെയ്യുന്ന ഒരു ജിസ് ജോയ് സിനിമയാണ്. അതാണ് ആസ് ഓഫ് നൗ ഉള്ള പ്ലാൻസ്. ഓക്കെ, സോ എക്സൈറ്റിംഗ് and all the best for Miraj. We are excited to watch it too. Thank you. So theater il kaanam. Thank you.